ഓക്കെ, അങ്ങനെ 2026 നടക്കാൻ പോകുന്ന SSC പരീക്ഷകളുടെ ഒരു കലണ്ടർ ഇന്നാണ് SSC റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോ കുറച്ചു മുമ്പ് റിലീസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ വർഷം ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള പരീക്ഷകൾ, സാധാരണയായിട്ട് നടക്കുന്ന എല്ലാ പരീക്ഷകളും ഉണ്ട്, അതുപോലെ തന്നെ അത് ഏതൊക്കെ ഡേറ്റിലേക്കാണ് വരാൻ സാധ്യത, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ കഴിഞ്ഞ വർഷമായി ബന്ധപ്പെട്ട് എന്നുള്ളത് നോക്കാം. അതുപോലെ കഴിഞ്ഞ വർഷത്തെ കലണ്ടർ പ്രകാരമുള്ള പരീക്ഷകൾ, അതായത് MTS അടക്കമുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ GD അടക്കമുള്ള പരീക്ഷകൾ ഇനി നടക്കാനിരിക്കുകയാണ്. അപ്പൊ അതും കൂടെ പെൻഡിങ് ആയി നിൽക്കുന്ന സമയത്ത് കലണ്ടറിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, എപ്പോഴാണ് പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. അപ്പോ നിങ്ങളൊരു പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ബേസിക് സിലബസ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലേക്ക് കടക്കാനിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലുള്ള ഓരോ സമയവും ഓരോ മാസവും ഓരോ ദിവസവും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ഡ്രീമായി കാണുന്ന ആ പരീക്ഷ ഒന്ന് കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഏത് ഡേറ്റിലേക്കാന്നുള്ളത് നോക്കണം, എത്ര സമയം നമുക്ക് ഏകദേശം ഉണ്ടെന്ന് നോക്കണം. SSC കലണ്ടർ പറയുമ്പോൾ ഏതാണ്ട് ആ ഒരു സമയത്ത് തന്നെ, ചില സമയത്ത് കറക്റ്റ് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷകൾ നടത്താറുണ്ട്. അപ്പോ ഡേറ്റുകൾ കൃത്യമായി പ്ലാൻ ചെയ്ത് വെക്കുക. കൃത്യമായ ഒരു പ്ലാനോടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, നമുക്ക് ആ എക്സാമുകളെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. മെയ് മാസത്തിലാണ് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ മാർച്ച് മാസത്തില് നമ്മുടെ ആദ്യത്തെ പരീക്ഷ പറയുന്നത് ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷകളൊക്കെയാണ്. നമുക്ക് അതിലേക്കൊന്നും കിടക്കേണ്ട കാര്യമില്ല. എന്നാലും മെയ് മാസത്തിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ MTS അതുപോലെ തന്നെ GD ഒക്കെ നടന്നു തീരാനുണ്ട്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് മറ്റു പരീക്ഷകളൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകൾ അല്ലാതെ ഈ വർഷം ആദ്യം വിളിക്കാൻ പോകുന്ന എക്സാം മാർച്ച് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന, ഇതിപ്പോ ജനുവരിയാണ്, ഫെബ്രുവരി മാർച്ച് 2 മാസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന CGL തന്നെയാണ്. അപ്പോ CGL ആദ്യത്തെ ഒരു ടാസ്ക് ആയി നമ്മൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഏപ്രിൽ മാസത്തിലാണ് അതിന്റെ ക്ലോസിംഗ് ഡേറ്റ്. മാർച്ച് ഏപ്രിലാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഉണ്ടാവുക. മെയ് ജൂൺ മാസത്തിലാണ് ഇപ്പൊ സാധാരണ നടക്കുന്ന പോലെ, ഈ വർഷം നടന്നതുപോലെ ലേറ്റ് ആയിട്ടല്ല, സാധാരണ സമയം പോലെ മെയ് ജൂണിൽ പ്രിലിംസ് നടക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ മെയ് ജൂണിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിലിംസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാര്യമായ ഡിലേ ഒന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. ഇനി അത് കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ളത് JEE ആണ്, ജൂനിയർ എഞ്ചിനീയർ ആണ്. ഒരുപാട് ആളുകളൊന്നും SSCന്റെ ജൂനിയർ എഞ്ചിനീയർ അങ്ങനെ ഫോക്കസ് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു വർഷം റെയിൽവേന്റെ ജൂനിയർ എഞ്ചിനീയർ നടക്കുന്നുണ്ട്, ലോക്കോ പൈലറ്റിന്റെ എക്സാം ALP നടക്കുന്നുണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതേ ടെക്നിക്കൽ പോസ്റ്റുകൾ ട്രൈ ചെയ്യുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും JEE എഴുതി നോക്കാറുണ്ട്. അപ്പോ JEE ആണ് രണ്ടാമത്തെ പേപ്പർ. അതും മാർച്ച് ഏപ്രിൽ തന്നെയാണ്, മെയ് ജൂണിൽ തന്നെ. CGL-ന് ശേഷം അല്ലെങ്കിൽ CGL-നൊപ്പം തന്നെ നടക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ നടക്കുന്നതാണ് സെലക്ഷൻ പോസ്റ്റ് എക്സാം. ഒരുപാട് ആൾക്കാർ ഈ ഇടയായിട്ട് സെലക്ഷൻ പോസ്റ്റ് എക്സാമുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണാറുണ്ട്. ചില പ്രത്യേക പോസ്റ്റുകൾ, ചില പ്രത്യേക ഡിഗ്രിക്ക് വേണ്ടിയുള്ള പോസ്റ്റുകളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനെ പറ്റി കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അവിടെ മാർച്ച് മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ വരിക. ഏപ്രിൽ മാസം വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ടാവുക. മെയ് ജൂലൈ എന്നാണ് പറയുന്നത്. അപ്പൊ ജൂലൈ മാസത്തിലേക്കായിരിക്കും നടക്കുക. CGL കഴിഞ്ഞതിന് ശേഷമാണ് എന്തായാലും സെലക്ഷൻ പോസ്റ്റ്. കൂടുതൽ ആളുകൾ എഴുതുന്ന, CGL കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ എഴുതുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇപ്പൊ ജൂലൈ മാസത്തോടെ നമുക്കത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ ഉടൻ തന്നെ CHSL എക്സാമുകൾ നടക്കാൻ പോവാണ്. CHSL-ന്റെ ടയർ 1 ഏപ്രിൽ ടു മെയ് ആണ് അപ്ലിക്കേഷൻ വരിക, ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ. അപ്പൊ മൂന്നാമതായിട്ട് വലിയൊരു പരീക്ഷയായിട്ട് CGL നമുക്ക് കാണാം, അത് കഴിഞ്ഞ സെലക്ഷൻ പോസ്റ്റ് കാണാം. മൂന്നാമതായിട്ട് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്ത് നമുക്ക് CHSL എക്സാമും കൂടെ കാണാവുന്നതാണ്. സത്യം പറഞ്ഞാൽ CHSL പരീക്ഷ സാധാരണ CGL എഴുതുന്ന ആളുകൾക്കുള്ള ഒരു മോക്ക് ഡ്രില്ല് പോലെ ആയിരുന്നു. അപ്പോ എന്തായാലും അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടത്, ഒരു മാസമൊക്കെ ഗ്യാപ്പ് ഇടുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. എന്നാൽ പോലും എന്ത് ചെയ്യും, CGL എഴുതുന്ന ആളുകളെല്ലാം ഒരു CHSL എഴുതുകയും രണ്ടും ഒരേ ലിസ്റ്റിൽ ഒരേപോലത്തെ ആളുകൾ വരികയും ചെയ്യുന്ന കൺഫ്യൂഷൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. സത്യം പറഞ്ഞാൽ അത് നമുക്കൊക്കെ അവസരം കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. സ്റ്റിൽ നമുക്ക് CHSL എക്സാം ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഓർത്തുള്ള. സ്റ്റെനോഗ്രാഫർ ഉണ്ട്. നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫി അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ ആണ്. ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയാണ് ആ എക്സാം നടക്കാൻ സാധ്യത ഉള്ളത്. ഇനി സ്റ്റെനോഗ്രാഫറിന് മാത്സ് ഇല്ല, നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫി അറിയാം, എന്നാൽ മാത്സ് നിങ്ങൾക്ക് വീക്കാണ്, ഇംഗ്ലീഷ് ആണ് കുറച്ചും കൂടെ സ്ട്രോങ് എന്നുണ്ടെങ്കിൽ സ്റ്റെനോഗ്രാഫി നല്ലൊരു ഓപ്ഷൻ ആണ്. ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയാണ് ആ ഒരു പരീക്ഷ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ്, അത് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ തന്നെ. സ്റ്റെനോഗ്രാഫറിന്റെ ഏകദേശം അതേ സമയത്താണ്. പിന്നെ MTS ആണ്. MTS ഇപ്പൊ നടക്കാൻ പോകുന്നേ ഉള്ളൂ, ഫെബ്രുവരി മാസത്തിൽ നടക്കും. ഫെബ്രുവരി 4-ാം തീയതി അടുത്ത മാസം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അടുത്ത MTS നിങ്ങൾ സെപ്റ്റംബർ നവംബറിൽ എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പൊ ജൂൺ മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ വരിക.
ജൂലൈ വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. സെപ്റ്റംബറിലാണ് നമ്മുടെ എക്സാം നടക്കുക. സെപ്റ്റംബർ നവംബർ ആണ് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ SI ഡൽഹി പോലീസ് സബ് ഇൻസ്പെക്ടർ എക്സാം നടക്കാൻ പോകുന്നത് മെയ് ആണ് നോട്ടിഫിക്കേഷൻ വരിക. ജൂൺ ആണ് അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് വരാൻ പോകുന്നത്. ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസത്തിലാണ് നടക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് സെയിം കാര്യമാണ്. നിങ്ങൾ ഇവിടുത്തെ മെയിൻസിന്റെ പ്രത്യേകത എന്താ? ഇവിടെ പ്രിലിംസിന് നമുക്ക് എന്തില്ല, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK ഉണ്ടെങ്കിലും മെയിൻസിലേക്ക് എത്തുമ്പോൾ ആര് മാത്രമേ ഉള്ളൂ? ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അപ്പോ ഇംഗ്ലീഷിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ മറ്റൊരു എക്സാം ആണ് എന്ത്? സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്ന 10th ലെവൽ പോസ്റ്റ് ആയിട്ടുള്ള SSC GD നോട്ടിഫിക്കേഷൻ സാധാരണ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ വരും. ജനുവരി മാർച്ചിൽ എക്സാം നടക്കും. ഫെബ്രുവരി സമയം അല്ലെ മാർച്ച് സമയമൊക്കെ ആകുമ്പോഴേക്കും എക്സാം നടക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അത് 27, അതെല്ലാ വർഷവും അടുത്ത വർഷത്തേക്ക് വരാറുള്ളത്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തത് ഈ വർഷം നടന്നത്, അതിന് മുന്നത്തെ വർഷത്തത് 2025 നടന്നത്. അത് അങ്ങനെ തന്നെയാണ് പോകുന്നുണ്ടാവുക. അപ്പൊ 2027ലേക്കാണ് GD എക്സാം. 2027ന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് GD എക്സാം എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ അത്രയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രിലിംസിന്റെ ഡേറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ CGL ഒക്കെ ആണെങ്കിലും ടയർ 1 നടക്കുന്ന ഡേറ്റ് ഒക്കെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ടയർ 2 ഒക്കെ ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ടായിരിക്കും നടക്കുക. ആ ഡേറ്റ്, അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ CGL-ന്റെ ഡേറ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു കലണ്ടർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എക്സാം അതിന് കാര്യമായ പ്രാധാന്യം കൊടുക്കുക. എന്നാൽ പോലും നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന എക്സാമുകളൊക്കെ എഴുതുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അതും വിട്ട് കളയാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി വളരെ കാര്യമായി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അത് മാത്രമേ എഴുതാമെന്ന് തീരുമാനിക്കരുത്. നമ്മൾ അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് കുറവായിരിക്കും, നമുക്ക് ടെൻഷൻ ഉണ്ടാവും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം. അങ്ങനെ ഒരു നിർഭാഗ്യം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി എക്സാമുകൾ എഴുതിയിട്ടുണ്ടാവണം. ഇപ്പോ നിങ്ങൾ സ്റ്റെനോഗ്രാഫർ, നിങ്ങൾ ചിലപ്പോൾ പോകാൻ താല്പര്യമില്ലാത്ത ഒരു പരീക്ഷയായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റെനോഗ്രഫി അറിയില്ലായിരിക്കും, എന്നാലും അപ്ലൈ ചെയ്യാം. 100 രൂപ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. 100 രൂപയല്ല അവിടെ കാര്യം. ഒരു എക്സാം എഴുതുക, ഒരു എക്സാം അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കുക, അതിനോട് കുറച്ചും കൂടെ കണക്റ്റഡ് ആവുക, ഒന്ന് യൂസ്ഡ് ടു ആവുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകളൊക്കെ മസ്റ്റായും അപ്ലൈ ചെയ്തിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് മറക്കാതിരിക്കുക, കൃത്യമായി പ്ലാൻ ചെയ്യുക. ഈ വർഷം നമുക്ക് തന്നെ ആയിരിക്കണം ജോലി കിട്ടുന്നുണ്ടാവേണ്ടത്. ഹാപ്പി ലേണിംഗ്.